പെരുന്തച്ഛന് നമ്മൾ വിട നൽകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ബാക്കി ഇതാ 1:30 മാത്രമാണ്. ഇത് 1:40 ആവുന്നു സമയം. ഒരു 4 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് സിതാരയിൽ നിന്ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എം ഡി വരുന്നു, കാണാൻ വേണ്ടി എത്തുന്നു. ആ കൂട്ടത്തിൽ ഞാൻ വരുമ്പോൾ ഇവിടെ കണ്ണുനീരൊലിപ്പിച്ചിരുന്ന ചേച്ചിയെ കണ്ടു. ചോദിച്ചപ്പോൾ ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്നു. എം ഡിയെ കണ്ട വേദനയിൽ പറയുകയായിരുന്നു. വായിച്ച് എം ഡിയെ കണ്ടു. കോഴിക്കോട് ആകാശവാണി എം ഡിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിലയമായിരുന്നു. കോഴിക്കോട്ടുകാരനായ എം ടി കൂടല്ലൂർക്കാരനായ എം ടി കോഴിക്കോട്ടുകാരനായി മാറി. ആകാശവാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമുക്ക് നഷ്ടമായി എന്നുള്ളത് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ അതീവ വേദനയോടെ ഓർക്കുകയാണ്. ചേച്ചിക്കറിയായിരുന്നു ആകാശവാണി എല്ലാ വർഷവും തുഞ്ചൻ കവി സമ്മേളനം ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ ഇൻ്റർവ്യൂ എടുത്ത് ആകാശവാണി പ്രക്ഷേപണം ചെയ്യാൻ, എല്ലാ നിലയങ്ങൾക്കും വേണ്ടി പ്രക്ഷേപണം ചെയ്യാൻ സാധിച്ചതിൽ അതീവ കൃതാർത്ഥതയുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ നമ്മുടെ സാഹിത്യ ലോകവും അക്ഷര ലോകവും അനാഥമാവുകയല്ല ചെയ്തത്, സനാഥമാക്കിയിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഈ നിമിഷത്തിൽ ഇവിടെ വിങ്ങലോടെയാണ് നിൽക്കുന്നതെങ്കിലും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് അനാഥമാക്കിയിട്ടല്ല, മലയാളം അനാഥമായി എന്ന ചില നറേറ്റീവ് കിട്ടും. അങ്ങനെയല്ല, കലാകാലത്തേക്കുള്ളൂടെ എഴുതി വെച്ചിട്ടാണ് അതിനെ സനാഥമാക്കിയിട്ട് പോകുന്നുവെന്നാണ്. അങ്ങനെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ അറിയാത്ത പല എം ഡി ഓർമ്മകൾ നമ്മളിവിടെ കണ്ടു. എം ഡി എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കാലാധിപത്യത്തിൽ നിൽക്കും. നേരത്തെ അബ്ദുൾ സമദ് പറഞ്ഞതുപോലെ എം ഡി അദ്ദേഹത്തിൻ്റെ ഒരു കാലമുണ്ടാക്കി. ആ കാലം പൂർത്തിയാകുമ്പോൾ അത് കാലാധിപത്യമാകുന്നു. അതിൽ ചോദ്യങ്ങളില്ല, അത് ഇതിഹാസതുല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനപ്പുറം, എഴുത്തുകാരനപ്പുറമുള്ള എം ഡിയുടെ ചില ജീവിതങ്ങളെക്കുറിച്ച് കൂടി ആളുകൾ ഇങ്ങനെ പറയുകയായിരുന്നു.